നമസ്കാരം. ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥിയിൽ ചിത്രകാരനായ പ്രശസ്തനായ ആശ്രാമം സന്തോഷാണ് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ചിത്രകലയിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടപ്പള്ളിയെയും വാൻഗോഗിനെയും സംബന്ധിക്കുന്ന 17 ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളും ഇറക്കിയിട്ടുണ്ട്. പല പുസ്തകങ്ങളും ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ദീർഘവീക്ഷണം, അതായത് ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. നമുക്ക് ഈ ചിത്രകലയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രധാനമായും ഇന്ന് ശ്രീ സന്തോഷ് എത്തിയിരിക്കുന്നത്. സ്വാഗതം. നമുക്ക് ഈ ചിത്രകല എന്നാൽ എന്ത് എന്ന് അവിടെ തൊട്ടുന്ന് ഒരു ബാലപാഠം പോലെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. എന്താണ് ചിത്രകല എന്ന് പറയുന്നത്? ചിത്രകല എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ സർഗാത്മകമായ കഴിവ് ഏത് കലയിലാണോ അടിഞ്ഞുകൂടി കിടക്കുന്നത് അത് ഒരുപക്ഷെ ചിത്രങ്ങളായിരിക്കാം, ശില്പകലയിലായിരിക്കാം, ഡാൻസ് ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം. ഇങ്ങനെ വിവിധ കലകളുണ്ട്. അത് അവരുടെ ജന്മസിദ്ധമായ കഴിവുകളുടെ അടിസ്ഥാനത്തിലേക്ക് പുറത്തേക്ക് വരുന്ന രൂപഭേദങ്ങളാണ് കല എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ശരിക്കും മറ്റു ചില ചോദ്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം പറഞ്ഞല്ലോ ജന്മസിദ്ധം എന്ന് പറഞ്ഞു. അതെ. ഇപ്പം ഏതൊരു കലയ്ക്കും ആ ഒരു താതാത്മ്യം വേണമെങ്കിൽ ജന്മസിദ്ധം എന്നുള്ള ഒരു കഴിവ് അനിവാര്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്നു. ജന്മസിദ്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ അയാളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളൊന്നും ഒരുപക്ഷെ കലാകാരന്മാരായിരിക്കില്ല. ഓക്കെ. ജന്മസിദ്ധം എന്നോട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ആ വ്യക്തിയുടെ തലമുറകളുടെ ജീനുക്കളാണ്. ഈ കുട്ടിയുടെ ജനനത്തിൽ അതിന്റെ അംശം ഉണ്ടാവും. അതിന് ആർക്കിടൈപ്പ് ചോദന എന്നാണ് പറയുന്നത്. അതായത് ജന്മാന്തരങ്ങളുടെ ആർക്കിടൈപ്പ് ചോദന, ജന്മാന്തരങ്ങളുടെ മനുഷ്യന്റെ വ്യക്തിയുടെ തലമുറകളുടെ ഏതെങ്കിലും ഒരു ഉണ്ടാവും. ആ ജീനുക്കൾ എപ്പോഴും ഉണ്ട്. അപ്പൊ അത് കലാത്തിന്റെ അംശം എപ്പോഴും അതിനകത്തൂടെ ഈ വ്യക്തിയുടെയിലേക്ക് ജന്മശുദ്ധമായി കടന്നു വരാം. അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് വേണമെങ്കിൽ അവകാശം. അതെ, പാരമ്പര്യം എന്ന് പറയാം. അതെ. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചിത്രം നൽകുന്ന സന്ദേശം എന്താണ് ശരിക്കും? ഇത് 2 രീതിയിലാണ്. ചിത്രകല എന്ന് പറയുന്നത് ഇത് കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിന് വേണ്ടിയാണോ എന്നുള്ളൊരു ചോദ്യം പോലെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കല ജീവിതത്തിന് വേണ്ടി എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അർത്ഥത്തിലല്ല. ജീവിത യാഥാർത്ഥ്യങ്ങളെ കലയിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളത്. ശരിക്കും എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഒരു ചിത്രകാരൻ അവരുടെ ആവിഷ്കാരം നടത്തുന്നത് സ്വതന്ത്രമായ അവൻ്റെ ആവിഷ്കാരം നടത്തുന്നത് അവൻ്റെ സ്വതന്ത്രമായ ശൈലിയിൽ അയാളുടെ സ്വന്തമായ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. മറ്റൊരു കല എന്ന് പറയുന്നത് ഇപ്പം ഗ്രാഫിറ്റി. നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് കലയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാല് ലോകപ്രശസ്തനായ ചിത്രകാരൻ പിക്കാസോയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് ഗുർണിക്ക. സ്പെയിനിലെ ആഭ്യന്തര കലാപത്തില് അദ്ദേഹം പ്രതിഷേധ സൂചകമായി വരച്ച ചിത്രമാണ്. അതെന്താണെന്ന് വെച്ചാല് ഹിറ്റ്ലറുടെ സേന ഈ സ്പെയിനിലെ ഈ യുദ്ധത്തിന് വിരുദ്ധമായിട്ട് ഈ നാസി പട്ടാളങ്ങൾ അവിടുത്തെ ഈ ഗുർണിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബ് വർഷിച്ചിട്ട് ഈ ചന്ത നടക്കുന്ന സമയത്താണ്. അപ്പോഴത്തേക്ക് ബോംബ് വർഷിച്ച് ജനങ്ങളെ എല്ലാം നശിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിനെ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ ആ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഗുർണിക്ക. അതാണ് നഗരത്തിന്റെ പേരാണ് ഗുർണിക്ക എന്നുള്ളത്. അപ്പൊ ഈ പട്ടാളക്കാർ തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ ഈ വരച്ച, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വരച്ചതല്ല,
നിങ്ങൾ വരച്ചതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓ ശരി. കാര്യം നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ദൃശ്യ രൂപങ്ങളാണ് ഇത്. അതുകൊണ്ട് ഇത് ഞാൻ വരച്ചതല്ല, നിങ്ങൾ വരച്ചതാണെന്നാണ്. ബിക്കോസ് ഇത് പ്രതിഷേധ സൂചകമായ ചിത്രങ്ങളാണ്. അത്തരത്തിലുള്ള പ്രതിഷേധ സൂചകമായ ചിത്രങ്ങളും ഇപ്പോൾ നമുക്ക് കലയിലൂടെ അവതരിപ്പിക്കാം. മറ്റൊന്ന് സ്വന്തം ആനന്ദത്തിന് വേണ്ടി വരയ്ക്കുന്ന കല. ഇങ്ങനെയാണ് ചിത്രകലയുടെ രീതികൾ. ഇപ്പോൾ ഒരു ചിത്രം ഒരു വ്യക്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഒരു ചിത്രം ഒരു വ്യക്തി, അത് കാഴ്ചയുടെ ഒരു തലമാണ്. എല്ലാവർക്കും ഒരുപോലെ ചിത്രം ആസ്വദിക്കാൻ കഴിയുകയില്ല. എല്ലാവരും ആസ്വദിപ്പിക്കാൻ വേണ്ടി ചിത്രം വരയ്ക്കാനും സാധിക്കുകയില്ല. അപ്പം ഒരു വിവിധ തരത്തിലുള്ള ഒരു ചിത്രം നമ്മൾ ഒരു പ്രദർശനം കണ്ടു കഴിഞ്ഞാൽ കാണാൻ വരുന്ന വ്യക്തികൾക്ക് വിവിധ അഭിപ്രായങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഓഡിയൻസ് എല്ലാ രംഗത്തും അങ്ങനെ. അത് അങ്ങനെ തന്നെ പോണം. അപ്പോഴേ അതിന്റെ കലയ്ക്കൊരു ആ ചിത്രങ്ങൾക്ക് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ കലയ്ക്കൊരു നിലനിൽപ്പ്, അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ അതിന്റെ ഓർക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം രവിവർമ്മ ചിത്രങ്ങള് നമ്മൾ കാണുന്നുണ്ട്. പുരാണ കഥാപാത്രങ്ങളാണ് രവിവർമ്മ എപ്പോഴും വിഷയങ്ങളാക്കിയിട്ടുള്ളത്. അത് നമുക്ക് ആസ്വദിക്കുമ്പോൾ നമുക്ക് പുരാണ കഥ അറിയാം അല്ലെങ്കിൽ അറിഞ്ഞൂടാ എന്നുള്ളത് ആയാൽ പോലും ഈ ചിത്രങ്ങളെ നമുക്ക് ആസ്വദിക്കുന്നുണ്ട്. ആ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആസ്വദിക്കുന്നത്. അതേസമയം ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ രചിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ഇപ്പം ആധുനിക ചിത്രം കാണുന്ന ഓഡിയൻസിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ആയിരിക്കില്ല വരച്ച ആർട്ടിസ്റ്റിന് ഉള്ളത്. പക്ഷെ ഈ അഭിപ്രായങ്ങളെ അങ്ങനെയുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുമ്പം ആ ചിത്രം നിലനിൽക്കുകയാണ്. പല അതിനെ എപ്പോഴും അത്തരത്തിലുള്ള ചർച്ചകളുടെ രീതികൾ വരുമ്പോൾ ആ ചിത്രം കൂടുതൽ ജനങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെടുകയാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു ചിത്രകലയുടെ ആപേക്ഷികമായൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആപേക്ഷികമായ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ രീതി. ആ വികസിപ്പിച്ചു വരുന്ന കല അയാൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നതിന് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിത്രങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കഥ വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്നു. പക്ഷേ ഈ കഥ വായിക്കുമ്പോൾ അത് ആത്യന്തികമായി ആദ്യമോ അവസാനമായിട്ട് വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആ കഥയെ ബേസ് ചെയ്ത് ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ ചിത്രം ഒതുക്കിയാണ്. അതിന് ഭയങ്കര അർത്ഥതലങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഒരു ആകർഷണീയത ഈ പടത്തിലൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അതാണ് അതിനെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാല് കലയുടെ മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഫോട്ടോഗ്രാഫിയുടെ ഉത്ഭവത്തിന് മുമ്പ് ചിത്രകാരന്മാരായിരുന്നു യുദ്ധസ്ഥലങ്ങളിൽ പോയി ഇത് രചിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തില് അന്ന് ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അന്നത്തെ ഈ യുദ്ധ സംവിധാനത്തിൽ ആർട്ടിസ്റ്റുകളെയാണ് ഉപയോഗിച്ചിരുന്നത് ഈ സംഭവ സ്ഥലത്ത് പോയി ചിത്രങ്ങൾ വരയ്ക്കാൻ. അത്തരം ചിത്രങ്ങൾ നമ്മൾ ഇപ്പം പഠനം നടത്തുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത്. ഫോട്ടോഗ്രാഫിയുടെ കണ്ടുപിടുത്തത്ത് വന്നതിന് ശേഷം ചിത്രകാരന്മാരുടെ ലോകത്തുള്ള പല കലയ്ക്കും മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോഴാണ് ഈ ചിത്രകലയും അല്ലെങ്കിൽ ഈ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിന്റെ രീതി. കാര്യം ഒരു ക്യാമറയുടെ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അത്രേ അതിലേക്ക് പകർപ്പ് കിട്ടുകയുള്ളൂ. ആ ഫോക്കസ് അനുസരിച്ച് മാത്രമേ പകർപ്പ് കിട്ടുകയുള്ളൂ ഫോട്ടോഗ്രാഫിക് വീക്ഷണം. അപ്പം ചിത്രരചന എന്ന് പറയുന്നത് അതല്ല. ഈ അയാൾ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഈ ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ പറ്റും. അത് അങ്ങനെ വന്ന കലയുടെ ഒരു മാറ്റമാണ് ഇംപ്രഷനിസം എന്ന് പറഞ്ഞ പ്രസ്ഥാനം. ഇംപ്രഷനിസവും പോസ്റ്റ് ഇംപ്രഷനിസവും ഒക്കെ അങ്ങനെ ഉണ്ടായതാണ് ഒരു കാലഘട്ടത്തിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംപ്രഷനിസ്റ്റുകളുടെ മുദ്രാവാക്യം തന്നെ ഇതായിരുന്നു: പ്രകൃതിയിൽ കാണുന്നതിനെ അതേപടി പകർത്തുകയല്ല, മറ്റൊന്നിനെ പുനർനിർണയിക്കുക, പുനരാവിഷ്കരിക്കുക. അതായത് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന രൂപങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വെട്ടങ്ങളും എല്ലാം
അതേപടി പകർത്തുക എന്നുള്ളതല്ല ഒരു ചിത്രകാരന്റെ ശൈലി. മറ്റൊന്നിനെ പുനരാവിഷ്കരിച്ച് കാണിക്കുക, ഈ ഫോട്ടോഗ്രാഫിയിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ അവതരിപ്പിക്കുക, ഇതായിരുന്നു ഇംപ്രഷനിസ്റ്റുകളുടെ ഒരു മുദ്രാവാക്യം. അങ്ങനെ ആണ് ഈ പിന്നെ ഇംപ്രഷൻസ് ഓൺ ദ സൺറൈസ് എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടാവുന്നത്. ഇംപ്രഷനുകളുടെ കൂട്ടായ്മയാണ്. പക്ഷേ ഈ പേര് തന്നെ ഇവരെ കളിയാക്കിക്കൊണ്ടാണ് ഈ അന്നത്തെ പത്ര നിരൂപകരും പത്രക്കാരും എല്ലാം എഴുതിയത്. പക്ഷെ അത് വളരെ പ്രശസ്തമായി. കാര്യം ഒരു ചിത്രകാരന്റെ പിന്നെ ചിത്രകാരൻ എന്ന് വെച്ചാൽ അയാളൊരു പ്രിന്റർ ആവരുത്, ഒരു അനുകർത്താവരുത്. ഒരു ഫോട്ടോഗ്രാഫിക് വീക്ഷണത്തിലല്ല, അത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. നമ്മൾ ചിത്രകാരൻ ചെയ്യുമ്പോൾ കാണുന്ന രൂപങ്ങളെ ഈ മറ്റേ വരച്ചു കഴിഞ്ഞിട്ട് കാഴ്ചക്കാരന് ഒരു പുതിയ അനുഭൂതി സൃഷ്ടിക്കുക, അല്ലെങ്കിൽ പുതിയ ഒരു സൗന്ദര്യം കൊടുക്കുക. ഇതായിരുന്നു ഇതിന്റെ കാര്യം. ഇതാണ് ഫോട്ടോഗ്രാഫിയും ചിത്രകലയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോൾ ഉദാഹരണം നമുക്കിപ്പോൾ മൊബൈൽ ക്യാമറ, അതുപോലെ തന്നെ ക്യാമറ അതൊരു സാങ്കേതികമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ അതിലൂടെ പകർത്തുന്ന ഒരു ചിത്രം അത് ശരിക്കും ഒരു കലയല്ല എന്നോട് അഭിപ്രായമുണ്ടോ? സാങ്കേതികമായ നമ്മളെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഇന്ന് പിന്നെ ഒരു ചിത്രകാരനാവണമെന്നില്ല ഒരു ഡിസൈൻ ചെയ്യാൻ, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസൈൻസിന് ഒരു ചിത്രകാരന്റെ ടെക്നോളജി വളർന്നപ്പോൾ ചിത്രകാരന്റെ ആവശ്യം വേണമെന്നില്ല. പക്ഷെ എന്നാൽ ചെയ്യുന്ന ആൾക്ക് ഈ ഒരു അഭിരുചി, ഈ ചിത്രകലയോടുള്ള ഒരു അഭിരുചി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് കുറെ കൂടി ഭംഗിയായി ചെയ്യാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, ഈ ടെക്നോളജി വന്നപ്പോൾ ഇതിന്റെ എല്ലാം അംശങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് അതാത് സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തത്. പക്ഷെ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ കുറെ കൂടി വളരെ എഫക്റ്റീവ് ആണ്. അത് അത്രയും കാര്യം എന്താ വെച്ചാല് ഈ കമ്പ്യൂട്ടറിൽ ഇല്ലാത്ത ഒരു രൂപത്തെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അയാൾക്ക് പുതിയ ഫോണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അത് അവിടെയാണ് ഈ കലയുടെ ഈ സർഗാത്മകമായ കഴിവും ഒരു ചിത്രകാരൻ ചെയ്യുന്നതും അല്ലാത്തൊരാളും ചെയ്യുന്നതിലുള്ള വ്യത്യാസം. പക്ഷെ ഈ ടെക്നോളജിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇത്തരം മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അത് സ്വാഗതാർഹവുമാണ്. കലയ്ക്ക് എപ്പോഴും മാറ്റങ്ങളുണ്ട്. അത്തരം മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ എൻ്റെ ഒരു സംശയമാണ്, ഇപ്പം ഇടപ്പള്ളിയും വാൻഗോഗും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളതാണ്. പക്ഷെ ഇവരുടെ മാനസികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് 17 ചിത്രങ്ങൾ വരച്ചിട്ടുള്ളതും അവരുടെ ആ താതാത്മ്യം പോലും പുസ്തക രൂപേണ പുറത്തിറക്കാൻ പ്രേരിപ്പിച്ചു. ഇത് ഏത് അടിസ്ഥാനത്തിലാണ്, എങ്ങനെ ബന്ധപ്പെടുത്തിയാണ് അത് കൊണ്ടുവരാൻ കഴിഞ്ഞ? അങ്ങനെയുള്ള അത്തരം ചിത്രങ്ങള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അത് യഥാർത്ഥത്തിൽ നടന്നത് ഇടപ്പള്ളി എന്ന് പറഞ്ഞ മഹാനായ കവി നമ്മള് കൊല്ലത്ത് ഇന്ന മുളങ്കാട് ശ്മശാനത്തിലാണ് അദ്ദേഹത്തെ അടക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കൊല്ലത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എന്നുള്ളതെന്നൊന്നും ഒരു പക്ഷെ പുതിയ തലമുറകൾക്ക് അറിയാത്തൊരു ഘട്ടമായിരുന്നു. അത് അന്ന് ഈ ഇതിന്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു പ്രതിഷേധം നടക്കുന്ന സമയം, അതായത് ഇടപ്പള്ളിയെ അടക്കിയിരിക്കുന്ന മുളങ്കാടക ശ്മശാനത്തില് അദ്ദേഹത്തെ അടക്കിയിരുന്ന പ്രദേശത്ത് ഈ വേസ്റ്റ്, ഈ ചപ്പുചവറുകൾ കൊണ്ട് കൂട്ടിയിട്ട് ആ സ്ഥലം മറവ് ചെയ്യുക ഇരിക്കുന്ന സമയത്താണ് ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം ഉണ്ടാവുന്നത് റോഡിൽ. അത് കവി കുരിയപ്പുഴ ശ്രീകുമാറിന്റെ നേതൃത്വത്തില് കൊല്ലത്തിന്റെ സാംസ്കാരിക പ്രതിഭകളെല്ലാം കൂടെ ചേർന്ന് പ്രതിഷേധമൊക്കെ നടക്കുന്ന സമയമാണ്. അത് പിന്നെ ആ പ്രതിഷേധം കേരളം ഒട്ടുക്ക് ശ്രദ്ധിക്കപ്പെടുകയും പിന്നീട് അത് ആ പ്രതിഷേധ സൂചകമായിട്ട് ഈ ചപ്പുചവറുകൾ നീക്കിയിട്ട് അവിടെ ഒരു സ്മാരകം പണിയണമെന്ന് കോർപ്പറേഷൻ തീരുമാനിക്കുകയും അത് പിന്നെ ഇടപ്പള്ളി സ്മാരകമായി മാറുകയും ചെയ്തു. ആ പ്രതിഷേധം നടക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഇടപ്പള്ളി കവിതകളെ ഞാൻ വായിക്കുന്നത്. കാര്യം വായനയുടെ ഒരു
ഘട്ടത്തിലേക്ക് ഇടപ്പള്ളി കവിത അങ്ങനെയാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഈ മണിനാഥവും അങ്ങനെ തുടങ്ങിയ കവിതകളെല്ലാം വായിച്ചപ്പോഴേ പലപ്പോഴും എനിക്ക് തോന്നുന്നത് അന്ന് വാൻ ഗോഗിനെ സ്റ്റഡി ചെയ്യുന്ന അല്ലെങ്കിൽ വാൻഗോന്റെ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന സമയങ്ങളിൽ എന്തുകൊണ്ട് വായിച്ചിരുന്ന ഒരു ചരിത്രമായിട്ട് വാൻ ഗോഗാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. കാര്യം രണ്ടുപേരും ജീവിച്ച സമാനതയും രണ്ടുപേരും ആത്മഹത്യയിലേക്കുള്ള അവരുടെ സമാനതയും രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെയും ഒരു താരതമ്യം, ഒരു കമ്പാരിസൺ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പൊ ഇടപ്പള്ളി കവിതകളെ ചിത്രം ആവിഷ്കരിക്കുക എന്നതായിരുന്നു ആദ്യം എൻ്റെ ലക്ഷ്യം. പക്ഷെ വാൻ ഗോഗ് കടന്നു വന്നപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു തലം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതെന്താണെന്ന് വെച്ചാല് ഇടപ്പള്ളി കവിതകൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മഹത്വമാണ് വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രത്തോടുള്ള. കാര്യം ലോക പ്രശസ്തനായ മഹാനായ ചിത്രകാരനാണ് വിൻസെന്റ് വാൻ ഗോഗ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ആരും അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ എല്ലാ തരത്തിലും അവഗണന ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ചിത്രകാരനായിരുന്നു. പ്രണയപരാജയങ്ങൾ എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അവസാനം അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അതും ഒരു ജൂലൈയിലാണ്. അപ്പൊ ഈ ഇടപ്പള്ളിയും ഒരു ജൂലൈയിലാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇടപ്പള്ളി കവിതകളുടെ അദ്ദേഹത്തിന്റെ ഇടപ്പള്ളി കവിതകൾ വായിച്ചപ്പോഴത്തേക്ക് പല ബിംബങ്ങളും വാൻ ഗോഗിന്റെ ചിത്രങ്ങളിലുണ്ട്. വാൻ ഗോഗിന്റെ സ്റ്റാറി നൈറ്റ്, സൺഫ്ലവർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ധാരാളം ചിത്രങ്ങളിൽ ഈ ഇടപ്പള്ളി കവിതകളുടെ ഇമേജുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോഴാണ് ഞാനത് ഇവർ തമ്മിലുള്ള താരതമ്യം കണ്ടെത്തുകയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി ഇടപ്പള്ളി കവിതകളെ വാൻ ഗോഗിന്റെ ചിത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു. അത് ലോകം മൊത്തം ശ്രദ്ധിക്കപ്പെടുകയും കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുകയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം അംഗീകരിക്കപ്പെട്ടവരാണ്, അതിനെ അഭിനന്ദിച്ചവരാണ് കൂടുതൽ. സാധാരണ മലയാള നിരൂപന KP അപ്പൻ പോലും അതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാക്കനാടനും M മുകുന്ദനും ഒക്കെ അതിനെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും അതിന് എനിക്ക് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പല പല അഭിപ്രായങ്ങൾ കടന്നു വന്നപ്പം എങ്ങനെയാണ് ഈ വാൻ ഗോഗിനെയും ഇടപ്പള്ളിയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത്, ഇവർ തമ്മിലുള്ള ജീവിതം അല്ലെങ്കിൽ ഇവരുടെ കവിതകളെ ഏത് രീതിയിലാണ് ബന്ധപ്പെടുത്തിയത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ളവർക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴാണ് അതൊന്ന് പുസ്തക രൂപത്തിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാനത് സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പോട് കൂടിയാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. ഈ രണ്ടുപേരുടെയും കമ്പാരിറ്റീവ് സ്റ്റഡി ഞാൻ ഈ പുസ്തക രൂപത്തിലാക്കിയപ്പോൾ ആ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. ആ പുസ്തകം അന്ന് പ്രകാശനം ചെയ്തത് നമ്മുടെ രാജു നാരായണസ്വാമി IAS ആണ്. കാര്യം ഇടപ്പള്ളി കവിതകളെ ഒരുപാട് കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് രാജു നാരായണസ്വാമി. പിന്നീട് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് കാക്കനാടൻ M മുകുന്ദനുമാണ്. KP അപ്പനും ഉണ്ട്. അപ്പം KP അപ്പൻ ഈ കമ്പാരിറ്റീവ് സ്റ്റഡിയെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തതാണ്. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാവിഞ്ചിയുടെ മൊണാലിസ, അപ്പോൾ ആ മൊണാലിസ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും ആ ചിത്രത്തിൽ വെച്ചാൽ ഒരു വൈചിത്രമായ ഒരു പ്രത്യേക തലമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ആ മൊണാലിസയുടെ ആ പുഞ്ചിരിക്ക് പല ആസ്പെക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ അതിനെ മറികടക്കാൻ ഇനി ഒരു ചിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ ചിത്രകാരൻ? അത് പിന്നെ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ. മൊണാലിസ എന്ന് പറഞ്ഞ ചിത്രം പാരീസിലെ ലൂവർ മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലൂവർ മ്യൂസിയം ഏറ്റവും പ്രശസ്തമായ ആർട്ടിക്കൽ. നമ്മൾ വളരെ ഡാവിഞ്ചിയുടെ ജീവിതത്തിൽ ഡാവിഞ്ചി എപ്പോഴും കൈക്കൊണ്ട് നടക്കുന്ന ഒരു ചിത്രമായിരുന്നത്. അത് പൂർത്തിയാക്കാൻ തന്നെ പുള്ളിക്ക് ഒരു കുറേയേറെ വർഷങ്ങളെടുത്തിട്ടാണ് പുള്ളി ആ ചിത്രം പൂർത്തിയാക്കിയത്. ഒരു നേപ്പിൾസ് യുവതിയെയാണ് മോഡലായി ഇരുത്തി ചിത്രം. അങ്ങനെയാണ് ആ ചിത്രം പോകുന്ന സമയത്ത് പലപ്പോഴും പുള്ളി കൈ കൊണ്ട് നടക്കുമായിരുന്നു. ആ ചിത്രം ലൂവർ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്, പിന്നീട് അത് തിരിച്ചെത്തിയിട്ടുണ്ട്. കാര്യം കൈ കൊണ്ടു നടക്കാവുന്ന വലിപ്പത്തിലാണ്, അത്രയും വലിപ്പം ആ ചിത്രത്തിനുള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന പ്രിന്റ് കാണുന്ന വലിപ്പമൊന്നും അല്ല ആ ചിത്രത്തിനുണ്ടായിരുന്നത്. മൊണാലിസയുടെ ചിത്രത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് മൊണാലിസയുടെ പുഞ്ചിരിയെ കുറിച്ചിട്ടാണ്. പുഞ്ചിരിയാണോ
അതെ അതോ പിന്നെ അവരുടെ പിന്നെ വേദനയാണോ, അതെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതയാണോ മുഖത്ത് തെളിയുന്നതെന്നുള്ള ഒരുപാട് ചർച്ചകളും ഒരുപാട് പിന്നെ അഭിപ്രായങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാലാതീതമായി ആ ചിത്രം നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് മൊണാലിസയ്ക്ക് മാത്രമല്ല, ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ ഏറ്റവും എപ്പോഴും വിവാദമായി നിൽക്കുന്നുണ്ട് അത്തരം ചിത്രങ്ങൾ. അത് ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഈ ഡാവിഞ്ചിയുടെ മുഖവുമായി അതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ശരി. ശരി. ഡാവിഞ്ചിയുടെ തന്നെ ഒരു മുഖവുമായിട്ട് മൊണാലിസയെ ബന്ധപ്പെടുത്തുന്നുണ്ട്. തിരിച്ച് പിന്നെ ഈ നേപ്പിൾസ് യുവതിയോട് ഡാവിഞ്ചിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുരാഗത്തിന്റെ ഭാഗമായിട്ടും അതിനെ കാണുന്നുണ്ട്. അതും ഈ ചിത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കാര്യം ഡാവിഞ്ചി ഒരു വ്യക്തിപരമായിട്ട് പിന്നെ ഇവരോടുള്ള അടുപ്പം കാരണം മോഡലായിട്ട് ഇവർ ഇരിക്കുമ്പോൾ സ്ഥിരമായി ഈ യുവതിയെ കാണാൻ വേണ്ടിയിട്ട് ആണ് ഈ ചിത്രം താമസിപ്പിച്ചത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. എന്നാലും അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. ഡാവിഞ്ചിയുടെ പുഞ്ചിരി, മൊണാലിസയുടെ പുഞ്ചിരി എന്നുള്ളതാണ് എപ്പോഴും വളരെ പ്രശസ്തമായി നിലനിൽക്കുന്നത്. അത് ഒരുപാട് നിരൂപകർ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാവിഞ്ചിയുടെ മുഖമാണെന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ ഇപ്പം പറയുന്നത്. അങ്ങനെയും പറയുന്നത്. പക്ഷെ ഒരു ഗേളിഷ് ഇതല്ലേ, അപ്പൊ പിന്നെ ഒരു എങ്ങനെ നമുക്ക് ഡാവിഞ്ചി അല്ല, അത് പിന്നെ അതിന് ടെക്നോളജിക്കലായിട്ടുള്ള നിരൂപകർക്കാനുള്ള സംഭവങ്ങളുണ്ട്. ചിത്രങ്ങളെ എക്സ്റേ സംബന്ധമായിട്ടുള്ള എങ്ങനെയാണ് അതിനെ വരച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് വർദ്ധിച്ചതനുസരിച്ചിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കടന്നെത്താം. അപ്പം പലപ്പോഴും അത് നമ്മൾ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റി നോക്കിയാൽ ഡാവിഞ്ചിയുടെ മുഖമായിട്ട് സാമ്യം വരുന്നുണ്ട്. അതിന് ഒത്തിരി ഡാവിഞ്ചിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെയും ചിന്തിക്കാം, നമുക്ക് അനുമാനിക്കാം. മറ്റൊരു നമ്മളൊക്കെ ചിന്തിക്കാത്ത പല അർത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിപ്പോ ഓരോരുത്തരുടെ മാനസിക വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലും അങ്ങനെയൊക്കെ ചർച്ചകൾ ഉരുത്തിരിയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു ചിത്രം, ഉദാഹരണത്തിന് നമ്മൾ ഈ കാർട്ടൂൺ തന്നെ നമ്മുടെ ചിത്രത്തിന്റെ ഒരു കലയുടെ ഒരു ഭാഗമാണല്ലോ കാർട്ടൂൺ പോലും. അപ്പം ഒരു കാർട്ടൂൺ പോലും നമ്മുടെ ഒരു ഭരണ സംവിധാനത്തെ താറുമാറാക്കാൻ കഴിയുന്ന പര്യാപ്തമാകുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം ഈ ഒരു കലാസൃഷ്ടിക്ക് സ്വാധീനിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപറ്റി എന്താണ് പറയുന്നത്? അത് കാർട്ടൂൺ കല എന്ന് പറയുന്നത് ഹാസ്യമാണ് പ്രതിദാനം ചെയ്യുന്നതെങ്കിൽ പോലും കാണുന്ന അത് വളരെ പിന്നെ ഹാസ്യാത്മകതയിലൂടെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ വ്യക്തികളെ കുറിച്ച് അവർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ ഹാസ്യാത്മകമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത് ലക്ഷ്മണന്റെ കാർട്ടൂൺ, പിന്നെ അബു എബ്രഹാം, ഇങ്ങനെയുള്ളവരുടെയൊക്കെ കാർട്ടൂണുകളൊക്കെ വളരെ പ്രശസ്തമാണ്. നെഹ്റുവിനെയൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുകയും മറ്റേ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട്, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് ധാരാളം കാർട്ടൂണൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാർട്ടൂണുകൾ അധികാരികളെ വളരെ പ്രകോപനപരമാക്കി തീർത്തിട്ടുണ്ട് പലപ്പോഴും. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രധാന സംഭവം നമ്മുടെ കൊല്ലത്ത് തന്നെ ഒരു കാർട്ടൂണിസ്റ്റ് പിന്നീട് കാർട്ടൂൺ വരയ്ക്കുന്നതിൽ നിന്നും വിലക്കപ്പെട്ട് ചിത്രകാരനായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നസറത്ത് പണ്ടാല എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ്, ചിത്രകാരൻ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിന്റെ മകനാണ് യൂജിൻ പണ്ടാല, ആർക്കിടെക്ട്. നസറത്ത് പണ്ടാല കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. അപ്പം സർസിപ്പിയുടെ ഭരണത്തിനെതിരായിട്ട് സർസിപ്പിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാർട്ടൂൺ വരച്ച്, ഈ കാർട്ടൂൺ സർസിപ്പിയെ ചൊടിപ്പിച്ച്, അങ്ങനെ ഇദ്ദേഹത്തിനെ സർസിപ്പി പിന്നെ കാർട്ടൂൺ വരയ്ക്കുന്നതിൽ നിന്നും വിലക്കി ജയിലിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം കാർട്ടൂൺ ചിത്രം മതിയാക്കിയിട്ട്
ഛായാചിത്രരചനയിലേക്ക് തിരിഞ്ഞ ആളാണ് നസറത്ത് പണ്ടാല. അങ്ങനെ കാർട്ടൂൺ അധികാരികളെ ചൊടിപ്പിക്കുന്നുണ്ട്. വളരെ വളരെ മൂർച്ചയേറിയ ഒരു കലയാണ് കാർട്ടൂൺ കല എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രകലയ്ക്ക് ഒരു വൈരുദ്ധ്യാത്മികത ശരിക്കും അവിടെ ഉണ്ടാകാറുണ്ടെന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. അതെ അതെ. പിന്നെ അത് എല്ലാ കലയിലും ഏത് ഫീൽഡിലും ഉണ്ട്. ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ നേരത്തെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം ഒന്ന് സ്പർശിച്ചെങ്കിലും ഈ നമ്മൾ ജന്മസിദ്ധം എന്ന് പറഞ്ഞു, അതായത് ആ പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സാങ്കേതികത്വമാണ്. പക്ഷേ ഇതില്ലെങ്കിൽ പോലും ഇപ്പോൾ ആ ജന്മസിദ്ധം അല്ലെ നൈമിഷികമല്ലാതെ വരുന്ന ഒരു കുട്ടിയിൽ പോലും അത് വളർന്ന് കണ്ടുവരുന്ന സാഹചര്യങ്ങൾക്ക് ഒരു അനുകരണം തീർച്ചയായിട്ടും ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്നൊരു സ്വാധീനിക്കുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ജന്മസിദ്ധം നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പിന്നെ കുട്ടി ഇതൊരു വന്നിട്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കിടൈപ്പ് ചോദന എന്ന് പറയുന്നത്. ജന്മസിദ്ധമായ കഴിവെന്ന് പറയുന്നത് അച്ഛനും അമ്മയിൽ നിന്നും വരച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു കഴിവ് ആ കുട്ടിക്ക് കിട്ടുക എന്നുള്ള ഒരു അർത്ഥതലത്തിലല്ല ഞാൻ പറഞ്ഞത്. ജന്മസിദ്ധമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആർക്കിടൈപ്പ് ചോദനയാണ്. ആർക്കിടൈപ്പ് ചോദന എന്ന് പറഞ്ഞാൽ തലമുറകൾക്ക് നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ കുടുംബത്തിന്റെ തലമുറകൾ ഏതെങ്കിലും ഒരു തലമുറയിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നുണ്ട്. ആ ജീനുക്കൾ അംശങ്ങള് തലമുറകൾ കൈമാറി അല്ലെങ്കിൽ തലമുറകളുടെ അംശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് പലപ്പോഴും ഇവർക്ക് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ അവരുടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു രീതിയാണ്. അപ്പോഴാണ് എന്തെങ്കിലും കഴിവുകൾ അവർക്കുണ്ടായിരിക്കും. അല്ലാതെ ഒരു വന്നിട്ട് കഴിവുകൾ ഇങ്ങനെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യണമെങ്കിൽ പോലും ഈ കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കിടക്കുന്നതാകാം അല്ലെ, അത് ഒരു പ്രത്യേക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം ഒരു പ്രാക്ടീസ് ആണല്ലോ, പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഇത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, പ്രകടിപ്പിക്കാൻ, ഇവരുടെ കലയെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. ഇതെല്ലാം അവർക്കുണ്ടാകുന്ന ഒരു അനുഗ്രഹിച്ച ഒരു കഴിവ് തന്നെയാണ്. അതിനാണ് ആർക്കിടൈപ്പ് ചോദന എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ കമ്പ്യൂട്ടർ യുഗമാണ്, ഇന്നിപ്പോൾ AI യുഗത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രത്തെ സന്നിവേശിപ്പിക്കാൻ AI കൊണ്ട് നമുക്ക് കഴിയുന്നു. പക്ഷേ ആ ചിത്രവും നമ്മൾ സ്വാഭാവികമായിട്ട് വരയ്ക്കുന്ന അതേപോലെ ഏറെക്കുറെ AIക്കും ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഭാവിയെ എങ്ങനെ നമ്മൾ ബാധിക്കുന്നു എന്നുള്ളതാണ് ചിത്രകലയെ സംബന്ധിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പം കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. ഓരോ കാലഘട്ടത്തിനും നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ടെക്നോളജിയുടെ വളർച്ച വളരെ വിപുലമായി വന്നതിന്റെ അടിസ്ഥാനമാണ് ഈ പറയുന്ന രൂപങ്ങളൊക്കെ ഇപ്പൊ സൃഷ്ടിക്കപ്പെടുന്നത്. അത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു കലാകാരനെ ചെയ്യാമെന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവന് ഇത് കുറെ കൂടി പരിപോഷിപ്പിക്കുവാൻ സാധിക്കും. വളരെ കുറെ കൂടി അവന്റെ കലകളെ മെച്ചപ്പെടുത്തുവാനും വളരെ ഭംഗിയായി കുറെ കൂടി ഇതിന്റെ സാങ്കേതിക വശങ്ങളിലൂടെ വളരെ ഭംഗിയായി അവന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും, മെച്ചപ്പെടുത്തി ചെയ്യാൻ ചെയ്യും. പക്ഷെ അത് ടെക്നോളജിയുടെ ഒരു രീതിയാണ്. പക്ഷെ അപ്പൊ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സ്വാഭാവികമായി ഒരു സർഗാത്മക പ്രവൃത്തി മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന കലാകാരന്മാരുടെ സൃഷ്ടികളും ആണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. അതാണ് സംബന്ധിച്ചേ പറ്റൂ. അതാണ് നിലനിൽക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ എപ്പോഴും മറ്റേതെല്ലാം ഈ പറയുന്ന നമ്മുടെ ഈ ഒരു അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഉള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അനുഭൂതിക്ക് വേണ്ടിയിട്ട് മാത്രമേ അത്തരം സംഭവങ്ങൾ നിൽക്കുകയുള്ളൂ. അതേസമയം സർഗാത്മകമായി ചെയ്യുന്ന കലാസൃഷ്ടികൾ ഈ ടെക്നോളജിയുടെ സഹായമില്ലാതെ, യാന്ത്രികതയുടെ യാതൊരു സഹായവും ഇല്ലാതെ സ്വന്തം കഴിവ് വെച്ച് വരുന്ന ചിത്രങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുകയും ടെക്നോളജിയെക്കാളും കുറേ കൂടി ഒറിജിനാലിറ്റിയും കുറേ കൂടി ദൃശ്യപരമായ ആഴവും സർഗാത്മകതയ്ക്കാണ്, സ്വയം രചനയ്ക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഏത് ശാസ്ത്ര വികസനം വന്നാലും
ആ വ്യക്തി പ്രാഗൽഭ്യം അയാളുടെ സർഗസൃഷ്ടിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ കലാസൃഷ്ടിക്ക് തന്നെയാണ് ശരിക്കും പ്രഥമ സ്ഥാനം ഉള്ളത്. ഇപ്പം നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഭാരതീയമായിട്ടുള്ള നമ്മുടെ ഈ ചിത്രകലാ സംസ്കാരം ഇപ്പം എവിടെ എത്തി നിൽക്കുകയാണ്? ഭാരതീയമായ ഒരു ചിത്രകലാ സംസ്കാരം നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ചിത്രകലാ സംസ്കാരം നമ്മളെപ്പോഴും നിലനിന്നിരുന്നത് രാജാ രവിവർമ്മയുടെ ചിത്രകലാ സംസ്കാരമായിരുന്നു. നമുക്ക് ദൃശ്യപരമായി ആസ്വദിക്കുകയും അതാണ് നമ്മുടെ ചിത്രകലയും എന്നൊക്കെ വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻസിനെ അനുകരിക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിലെ ചിത്രകാരന്മാർ. കാരണം നമ്മുടെ ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാര് ചിത്രങ്ങൾ വരച്ചിരുന്നു. അവരുടെ ഈ പിന്നെ ആനന്ദത്തിനും അല്ലെങ്കിൽ അവരുടെ അനുഭൂതിക്കൊക്കെ അവർ ചിത്രം വരച്ചു. അവരെ സൺഡേ ചിത്രകാരന്മാരെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഈ പോർട്രേറ്റുകളൊക്കെ അവർ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഈ പിന്നെ പോർട്രേറ്റുകൾ, ഈ എണ്ണച്ചായ ചിത്രങ്ങളൊക്കെ അവിടുന്ന് കടന്നു വന്നൊരു സംഭവമാണ്. അപ്പം യഥാർത്ഥ രവിവർമ്മയ്ക്ക് അന്ന് ഭാരതത്തിൽ ചിത്രകലയുടെ സംസ്കാരം ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ചിത്രങ്ങൾ നമ്മൾ രാജാ രവിവർമ്മയായിരുന്നു നമ്മുടെ ഭാരതീയമായ ചിത്രകാരനായിട്ട് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. കാര്യം അദ്ദേഹം നമ്മുടെ രാജ കൊട്ടാരത്തിൽ പിറക്കുകയും ഈ ബ്രിട്ടീഷുകാരുടെ ചിത്രകാരന്മാർ അദ്ദേഹത്തെ ചിത്രകല പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ അദ്ദേഹം പുരാണ ഇതിഹാസങ്ങളെ ചിത്രകലയിലൂടെ അവതരിപ്പിച്ചിട്ട് ഭാരതീയമായ ചിത്രകലയ്ക്ക് പ്രഥമ സ്ഥാനം നേടിക്കൊടുത്ത ആളാണ് രാജാ രവിവർമ്മ. പക്ഷേ യഥാർത്ഥത്തിൽ രവിവർമ്മയെ നമ്മൾ വിമർശിക്കപ്പെടുന്നത് രവിവർമ്മ ശരിക്കും ഒരു അനുകർത്താവായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു പോർട്രേറ്റ് അല്ല ഒരു ഫോട്ടോഗ്രാഫിക് വീക്ഷണത്തിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ചിത്രകല എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല. ഭാരതീയമായ ചിത്രകലയ്ക്ക് പിന്നെ സ്ഥാനം കൊടുത്ത രവീന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തില് ബംഗാൾ ശാന്തിനികേതന്റെ രൂപപ്പെട്ടതോടുകൂടിയാണ് ഈ ഭാരതീയ കലാകാരന്മാർക്ക് ഒരു ചിത്രകലയുടെ ഒരു അടിസ്ഥാനം ഉണ്ടാവുന്നത്, ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് കൽക്കട്ട ശാന്തിനികേതനൊക്കെ ഉണ്ടാവുന്നത്. അങ്ങ് ജാമിനി റോയ്, അമൃത ഷെർഗിള്, അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിലാണ് ഈ കലകളെല്ലാം വരുന്നത്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പ്രദേശത്ത് തന്നെ നമ്മുടെ സംസ്കാരത്തിനെ അടിസ്ഥാനപ്പെടുത്തി കലകളുണ്ട്. ഈ കലകളെ സംയോജിപ്പിച്ച് ഭാരതീയമായ ഒരു ചിത്രകല നമുക്കൊരു പാരമ്പര്യം നമുക്കുണ്ടെന്നും അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഈ പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങളല്ല. അങ്ങനെയാണ് ബംഗാൾ ആർട്ട് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് അത്തരം മാറ്റങ്ങൾ. പക്ഷെ നമ്മുടെ ഭാരതീയ ചിത്രകലയ്ക്ക് വളരെ സംഭാവന ചെയ്യുകയും ഭാരതീയ ചിത്രകാരനായി ലോകത്ത് സ്ഥാനം നേടിക്കൊടുത്ത ആളാണ് രാജാ രവിവർമ്മ, മലയാളിയായ രാജാ രവിവർമ്മ. പിന്നീട് അദ്ദേഹത്തിന് അതെന്താണെന്ന് വെച്ചാൽ ലോകത്തെ പല മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ ഇവിടെ ഒന്നും തുടങ്ങിയതേ ഉള്ളൂ. അതായിരുന്നു ഇതിന്റെ വ്യത്യാസം. കാര്യം അവിടെ ഈ പല പ്രസ്ഥാനങ്ങൾ, അതായത് ഇംപ്രഷനിസം, പോസ്റ്റ് ഇംപ്രഷനിസം, സർറിയലിസം, ക്യൂബിസം പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ പരീക്ഷണങ്ങളുടെ കാലഘട്ടം നടന്നപ്പോൾ ഇവിടെ അനുകർത്താക്കളുടെ രീതിയിൽ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അതായിരുന്നു ഉള്ള വിമർശനങ്ങൾ. പിന്നീട് വന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് പിന്നീട് ഭാരതീയമായ ഒരു ചിത്രകലാ സംസ്കാരത്തിലേക്ക്, ഭാരതത്തിനൊരു ചിത്രകലാ സംസ്കാരം ഉണ്ടെന്നും ആ കൂട്ടായ്മയിലൂടെയാണ് ഇന്ന് ഭാരതത്തിൽ മഹാനായ ഒരുപാട് ചിത്രകാരന്മാർ ഉണ്ട്. അതേപോലെ തന്നെ ഈ ചിത്രകലയിൽ റിയലിസം, അതിനുള്ള സ്വാധീനം ശരിക്കും റിയലിസം കൊണ്ട് ശരിക്കും കാണുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാണുന്നത് അതേപടി പകർത്തുക എന്നുള്ളതല്ല ഒരു ചിത്രകാരന്റെ ധർമ്മം. ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന രൂപങ്ങളെ
നമ്മൾ അതേ കണക്ക് പകർത്തുന്നത് അല്ല ചിത്രകലയുടെ രീതി. ശരി. നമ്മുടെ അത് ഫോട്ടോഗ്രാഫർ ചെയ്യും. അത് ഫോട്ടോഗ്രാഫിക് വീക്ഷണമാണ്. മുമ്പിലിരിക്കുന്ന വസ്തുവിന് എൻ്റെ പകർപ്പെടുക എന്നുള്ളത് ഫോട്ടോഗ്രാഫിക് വീക്ഷണമാണ്. ചിത്രകാരൻ്റെ അതല്ല. ചിത്രകാരൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവൻ്റെ സർഗാത്മകമായ കഴിവുകളാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന എന്ത് രൂപങ്ങളായാലും അല്ലെങ്കിൽ ഏതൊരു വസ്തുവായാലും നമ്മുടെ ഉള്ളിലെ മൂശയിലിട്ട് അതിനെ ഒന്ന് പരുവാക്കി പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. സർഗാത്മകമായ കഴിവുകൾ അവൻ കണ്ടെത്തുന്ന കാഴ്ചപ്പാടുകളുണ്ട് പലതും ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മളെ മുമ്പിനപ്പുറം അവന് ഒരു പക്ഷേ ഈ ലോകത്തെ മൊത്തത്തിൽ ചിത്രീകരിക്കാൻ ചിത്രകാരനെ കൊണ്ട് സാധിക്കും. അതേസമയം മുമ്പിലിരിക്കുന്ന വസ്തുവിനെ പകർത്തുക എന്നുള്ളതിൽ ഫോട്ടോഗ്രാഫി സംഭവം. അവിടെയാണ് റിയലിസവും ഇതും തമ്മിലുള്ള വ്യത്യാസം. റിയലിസം കാണുന്നത് അതേപടി പകർത്തുക എന്നുള്ളതല്ല ചിത്രകല. മനുഷ്യന്റെ പിന്നെ സർഗാത്മകമായ കഴിവുകളെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന രൂപങ്ങളെ കൊണ്ടുവരികയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതാണ് ഈ ഫോട്ടോഗ്രാഫി ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് ഒരു ചോദ്യത്തിലൂടെ നമ്മുടെ ഇന്നത്തെ ഈ ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതായത് സന്തോഷ് എന്ന് പറയുന്ന ഈ കലാകാരൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ആരാണ് ഇതിനെ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി ആരാണ്? ഇത് കൂടെ പറഞ്ഞാൽ നമുക്ക് ഒന്ന് നന്നായിരിക്കും. ഞാൻ കടന്നു വരുന്നത്, ഞാൻ എൻ്റെ ബാല്യകാലം മുതലേ ചിത്രം വരയ്ക്കുമായിരുന്നു. ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും അത് സാധാ ഒരു രീതിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നൊരു സമയമാണ് ചിത്രകലയൊക്കെ. വിദ്യാഭ്യാസ ഘട്ടം, പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ചിത്രകല സീരിയസ് ആയി പഠിക്കണമെന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ചിത്രകല പഠിക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ചിത്രങ്ങളൊക്കെ വരയ്ക്കും. പക്ഷേ ആ ചിത്രങ്ങളുടെ ഇൻസ്പിറേഷൻ എനിക്ക് എപ്പോഴും തുടങ്ങിയത് ആ കാലം മുതലേ, പഠിക്കുന്ന കാലം മുതലേ വായനയുടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പോഴേ ഈ മറ്റേ 70കളിലാണല്ലോ ഈ ആധുനികതയുടെ കടന്നുവരവുകൾ. 70കളിലെ ആധുനികതയുടെ കടന്നുവരവാണ് അത് എല്ലാ കലയ്ക്കും മാറ്റം സംഭവിക്കാൻ. അന്നത്തെ മാധ്യമങ്ങളിൽ ഈ ചിത്രകലയെക്കുറിച്ച് ധാരാളം ആർട്ടിക്കിൾസ് വരും. ഒരുപാട് ചിത്രകാരന്മാരുടെ ആധുനിക ചിത്രങ്ങളെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് വരുമ്പോൾ പലപ്പോഴും ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് വേഗരിച്ച് വെച്ചിട്ട് മനസ്സിലായില്ലെങ്കിലും ഇതൊക്കെ വായിക്കാമെന്നുള്ളതും മനസ്സിലായിക്കൊണ്ടിരുന്നൊരു സമ്പ്രദായം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നെ പഠിപ്പിച്ചിരുന്നവരൊക്കെ ഒരു റിയലിസ്റ്റിക് കലാകാരന്മാരായിരുന്നു. അപ്പം ആധുനികത ഒന്നും അവർക്ക് ദഹിക്കുന്ന ഒരു അല്ലെങ്കിൽ ആധുനികതയോട് അവർക്കൊരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പഠിച്ചിരുന്നതെല്ലാം റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും രവിവർമ്മയെ പോലെ ചിത്രങ്ങൾ പകർത്തുകയും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വായനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള കലയുടെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഈ ഒരുപാട് പിന്നെ വിദേശ മാഗസിനുകൾ നമ്മുടെ ചിത്രകലയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുടെ ലേഖനങ്ങൾ വായിച്ചപ്പോൾ ശേഷമാണ് ചിത്രകലയുടെ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചിത്രകല സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ചിത്രകല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇറങ്ങിയ കാലഘട്ടത്തിൽ തന്നെയാണ് അക്കാഡമി 1994 കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് എന്നെ തേടിയെത്തുന്നത്. ആ അവാർഡ് അന്നത്തെ ഘട്ടത്തിൽ ഇന്നത്തെ കണക്കല്ല. ഈ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു സംസ്ഥാന എക്സിബിഷന് നമ്മളൊരു ചിത്രം അയക്കുമ്പോൾ ഈ ചിത്രം അവിടെ പ്രദർശനത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവാർഡിലേക്ക് ആയിരുന്നില്ല. അവാർഡ് മറ്റൊരു ഭാഗമാണ്. പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ പ്രദർശനത്തിന് നമുക്ക് എൻട്രി ലഭിക്കുകയാണെങ്കിൽ അത് നമ്മളെ കേരളം അംഗീകരിച്ചതായിട്ടാണ് നമ്മൾ അന്ന് ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. കാര്യം അങ്ങനെ ലഭിക്കുമായിരുന്നില്ല. ഇന്നത്തെ രീതി ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. കാര്യം അന്ന് പ്രത്യേകിച്ച് ഒരു കാറ്റഗറീസ് ഒന്നുമില്ല. കോമണാണ്. എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ എന്നോടൊപ്പം അധ്യാപകർക്കും ഈ മത്സരിക്കാം, അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികളായിട്ടുള്ള പല ആർട്ടിസ്റ്റുകൾക്കും എൻട്രി അയക്കാം. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മത്സരങ്ങളിലേക്ക് ചിത്രങ്ങൾ അയക്കാം. ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിലേക്ക് അയക്കാം. അങ്ങനെയാണ് ഞാൻ ചിത്രങ്ങൾ അയക്കുകയും അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചിത്രം കൊടുക്കുന്നത് ഈ മത്സരത്തിലേക്ക്. പക്ഷെ ആ ചിത്രത്തിൽ തന്നെ എനിക്ക് ആദ്യമായി തന്നെ എൻ്റെ ചിത്രം തിരഞ്ഞെടുക്കപ്പെടുകയും അക്കാദമി അവാർഡ് ലഭിക്കുകയും ചെയ്തപ്പോൾ ആ രംഗത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാനായിരുന്നു അന്നത്തെ. കാര്യം
ബാക്കി എല്ലാവരും എന്നെക്കാട്ടി വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത്. ശരി. ഈ സീരിയസ് ആയി ചിത്രകല പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയതും ചിത്രകലയോട് തന്നെയാണ് ഇപ്പോഴും ആഭിമുഖ്യം. ഇപ്പോഴും കലയിലൂടെ പുതിയ മാറ്റങ്ങളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ സ്റ്റഡി ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയും ചെയ്യുന്നു. ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും ചർച്ചയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചിത്രകല എന്ന് പറയുന്നത് ശ്രീ ആശ്രാമ സന്തോഷിൻ്റെ രക്തത്തിൽ അലിഞ്ഞ ഒരു കലാരൂപമാണ്. അത് തുടർന്നും ജീവിതത്തിൻ്റെ ആ യാമങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നല്ല പരിശീലനങ്ങൾ നൽകുന്നു. ഈ ചിത്രകലയെ സംബന്ധിച്ച് എത്ര വിഷയങ്ങൾ നമ്മൾ പറഞ്ഞാലും തീരില്ല. അത്രയ്ക്ക് മാത്രം ബൃഹത്തായ ഒരു ശാഖയാണ്. നമ്മളോടൊപ്പം ഇന്ന് ഈ വേദി പങ്കിട്ടതിന് നന്ദി, നമസ്കാരം. ഓക്കെ.